ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾ ഒരു ഹൈന്ദവ വിശ്വാസിയാണെങ്കിൽ, ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ, ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ 4 കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിയണം, അത് മനസ്സിലാക്കി ചെയ്യണം. എങ്കിലേ ആ ക്ഷേത്ര ദർശനം കൊണ്ട് ശരിയായ ഫലം ഉണ്ടാകുകയുള്ളൂ. അതെല്ലാവരും അറിയേണ്ട കാര്യമാണ്. ക്ഷേത്രദർശനം നടത്തുന്ന എല്ലാവരും അത് ഞാൻ വിശദമായിട്ട് ശിവഭഗവാന്റെ സ്മരണയോടുകൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാന്റെ ഒരു സ്വപ്ന ദർശനത്തിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കണം എന്ന് ഭഗവാന്റെ ഒരു സ്വപ്ന ദർശനം ഉണ്ടായതിനു ശേഷമാണ് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ മുഴുവൻ കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾക്ക് അത് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഏത് ഹൈന്ദവ വിശ്വാസത്തിലുള്ള ഏതൊരാളും, ക്ഷേത്രത്തിൽ പോകുന്ന ഏതൊരാളും ഈ 4 കാര്യം മനസ്സിലാക്കണം. ഈ 4 കാര്യം മനസ്സിലാക്കി ക്ഷേത്ര ദർശനം ചെയ്താൽ ആ ക്ഷേത്ര ദർശനം കൊണ്ടുള്ള സർവ്വ ഗുണങ്ങളും സർവ്വ അനുഗ്രഹങ്ങളും മഹത്തായ ഐശ്വര്യങ്ങളും ആ വ്യക്തിക്ക് കൈവരും. ആ വ്യക്തി എത്ര പാപം ചെയ്തതാണെങ്കിലും, എത്ര ദുരിതത്തിൽ കഴിയുന്നതാണെങ്കിലും ആ വ്യക്തിയെ ആ ക്ഷേത്ര ദേവത ഉയർത്തിക്കൊണ്ടുവരും, സർവ്വ ഐശ്വര്യങ്ങളും നൽകും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾക്കത് അനുഭവമായ ശേഷം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക. കാരണം ഇത്തരം നല്ല വീഡിയോകളൊന്നും അധികം ആളുകൾ കാണണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അത് കണ്ടു, നിങ്ങൾക്ക് അനുഭവമായി ശരിയെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവരിലേക്കും നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം ഞാൻ ശിവപാദത്തിൽ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ ആ 4 കാര്യങ്ങൾ, ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു ഹൈന്ദവ വിശ്വാസി അറിയേണ്ട, ചെയ്യേണ്ട 4 കാര്യങ്ങൾ, പരമപവിത്രമായ ആ 4 കാര്യങ്ങൾ, ഒരാളിലെ ഈശ്വരീയതയെ ഉണർത്തുന്ന 4 കാര്യങ്ങൾ, ഒരാളുടെ ഈശ്വര ബോധത്തെ ഉണർത്തുന്ന 4 കാര്യങ്ങൾ, ഒരാളെ കുചേലനെ ആ കുബേരനാക്കുന്നതും ഒന്നുമല്ലാത്ത ഒരാളെ ഏറ്റവും വലിയ ഈശ്വര ഭക്തനും അല്ലെ ഈശ്വരൻ്റെ അനുഗ്രഹമുള്ള വ്യക്തിയുമാക്കുന്ന ആ 4 കാര്യങ്ങൾ, അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ മുഴുവൻ കേൾക്കണം, വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾക്കത് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു നിധിയായിരിക്കും ആ അറിവുകൾ. അപ്പം ശിവപാദത്തിൽ തന്നെ സ്മരിച്ചുകൊണ്ട് തന്നെ ഞാനത് മുഴുവൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരുപാട് വർക്കുകൾ എടുക്കാനോ ഒരുപാട് വർക്കുകൾ ചെയ്യാനോ ഒന്നും പോലുള്ള ഒരു സാഹചര്യമില്ല. കാരണം എടുക്കുന്നത് നന്നായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഹസ്തരേഖ, ഗ്രഹനില, സംഖ്യാ ജ്യോതിഷം ഇതാണ് ഞാൻ ചെയ്യുന്നത്. പല കാര്യങ്ങളും ചെയ്തിട്ട് ഉയർച്ചയില്ലാത്തവർക്ക് അവർക്ക് ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടുകളായിരിക്കും. ഒരാൾ വിളിക്കേണ്ട കൈരേഖ ഗ്രഹനില അനുസരിച്ച് കൂടുതലായി വിളിക്കേണ്ട ഒരു ദേവത കാണും. ആ ദേവതയെ കൃത്യമായി മനസ്സിലാക്കി വിളിച്ചാൽ തന്നെ ജീവിതം മാറും. അത് എങ്ങനെ വിളിക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരും. അവനവനാണ് ചെയ്യേണ്ടത്. പിന്നെ ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടുകൾ, ചെയ്യേണ്ട ദിവസം, ചെയ്യേണ്ട രീതി, ചെയ്യേണ്ട സമയം, അതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ക്ഷേത്ര ദർശനവും എല്ലാ ദേവതയ്ക്കും വഴിപാട് ചെയ്താൽ രക്ഷപ്പെടണമെന്നില്ല. ഓരോരുത്തരുടെ കൈരേഖയും ഗ്രഹനില അനുസരിച്ച് അവർ ഏത് ദേവതയ്ക്ക് ഏത് ദിവസം വഴിപാട് ചെയ്യണം, ലളിതമായ കാര്യം പറയത്തുള്ളൂ, ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന. പിന്നെ അവർക്ക് ഒരു ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ഇപ്പം എല്ലാവർക്കും എല്ലാ മന്ത്രങ്ങളും ചൊല്ലിയ ബലം ഉണ്ടാകണമെന്നില്ല. അവരവൻ്റെ കൈരേഖയും ഗ്രഹനില അനുസരിച്ച് ഏത് മന്ത്രമാണ് കൂടുതൽ ചെല്ലേണ്ടത്, ഏത് മന്ത്രങ്ങളാണ് ചെല്ലേണ്ടത്, അത് എപ്പോഴാണ് ചെല്ലേണ്ടത്, അതിൻ്റെ ക്രമം എങ്ങനെയാണ്, അതിൻ്റെ പുറകെയുള്ള രഹസ്യം എന്താണ്, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ചെയ്യാൻ ഒരു തവണ 2 തവണ ഒന്നും ചെയ്തുകൊണ്ട് ഫലമൊന്നുമില്ല. അത് ആ പറയുന്ന രീതിയിൽ വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ, എനിക്ക് രക്ഷപ്പെടണമെന്നുള്ള ചിന്തയോടെ, അങ്ങനെ ആവശ്യമുള്ളവർ, അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ മാത്രം കേട്ടിട്ട്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം പറയും, കേട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഏറ്റവും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഒരുപാട് വർക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആവശ്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. വാട്സപ്പിലെ തന്നെ വർക്കുകൾ സമയത്തിന് തീരുന്നില്ല. ഞാൻ 1 മണിക്കൂർ കൊണ്ടല്ല നോക്കുന്നത്, ചിലപ്പോൾ ഒരു ദിവസം എടുത്തെന്നിരിക്കും, അങ്ങനെയാണ്, അല്ലെ സമയങ്ങൾ എടുത്തെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സപ്പിലെ വർക്കുകൾ സമയത്തിന് തീരാത്തതുകൊണ്ട് തന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, ഫോൺ വിളിച്ചാൽ കിട്ടത്തുമില്ല. അങ്ങനെയാണ് സാഹചര്യം.
പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. ഇത് ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ജനിച്ചു മരിച്ചു ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നല്ല കാര്യങ്ങളും അറിയണം. നന്മയെന്ന് മാത്രമേ എപ്പോഴും നന്മ ഉണ്ടാകത്തുള്ളൂ, തിന്മയെന്ന് എപ്പോഴും തിന്മ ഉണ്ടാകത്തുള്ളൂ. ഒരു തെറ്റായ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് നന്മ പ്രതീക്ഷിക്കരുത്. തെറ്റായ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് നല്ല കാര്യം ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിക്കരുത്. നന്മയെന്ന് മാത്രമേ നന്മ ഉണ്ടാകത്തുള്ളൂ എന്ന് എപ്പോഴും അറിയുക. അതിന് നല്ല കാര്യങ്ങൾ അറിയണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കുക. അത്തരം നല്ല കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഇനി വീഡിയോയിലേക്ക് വരികയാണ്. ഈ 4 കാര്യങ്ങളും പരമപ്രധാനമായ കാര്യങ്ങളാണ്. നമ്പർ 1, ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ പ്രധാന ദേവനെ അല്ലെ ദേവതയാണ് ആദ്യം വണങ്ങേണ്ടത്. അതുകൊണ്ടാണ് പ്രധാന ദേവൻ അല്ലെ പ്രധാന പ്രതിഷ്ഠ എന്നത് പറയുന്നത്. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ ഉപദേവതകൾക്ക് അവരെ എല്ലാം വണങ്ങണം. വണങ്ങിക്കഴിഞ്ഞ് ഒരു കർപ്പൂരമെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഒരു നാണയമെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അല്പം എണ്ണ ആ ഉപദേവതകളുടെ മുന്നിൽ ഉള്ള വിളക്കിൽ ഒഴിച്ച് പ്രാർത്ഥിക്കുക. പ്രധാന ദേവതയെ തൊഴുത് പ്രധാന ദേവതയ്ക്ക് എണ്ണ സമർപ്പിച്ച ശേഷം വേണം ചെയ്യാൻ. അങ്ങനെ ഉപദേവതകളെ കൂടെ വണങ്ങുമ്പോൾ ഒരു സമർപ്പണം കൂടെ ചെയ്യുമ്പോഴാണ് അവിടെ ആ ക്ഷേത്ര ദർശനത്തിന് ഒരു പൂർണ്ണത ഉണ്ടാകുന്നത്. മനസ്സിലായോ? അത് നമ്പർ 1. നമ്പർ 2, നമ്മൾ ക്ഷേത്രത്തിൽ ചൊല്ലുമ്പോൾ നമ്മൾ ദേവനല്ലേ ദേവിക്ക് വഴിപാടുകൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ആ ദേവത നമ്മൾ മനസ്സുകൊണ്ട് ദർശിക്കണം. ആ ദേവതയെ നമ്മൾ സങ്കല്പിക്കുക. വഴിപാടുകൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ണടച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ആ ദേവതയെ മാത്രം ചിന്തിക്കുക. അവിടെ 2 ഇല്ല, 1 ഉള്ളൂ. നിങ്ങളില്ല, ദേവത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒന്ന് അല്പനേരം ധ്യാനിക്കുക. അവിടെ പ്രാർത്ഥന വേണ്ട. പ്രാർത്ഥന വഴിപാട് സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥിച്ചോളുക. എന്നിട്ട് നടക്കി വെക്കുമ്പോൾ ആ ദേവത നിങ്ങളുടെ മുന്നിൽ ശ്രീകോവിലിൽ തന്നെ സങ്കല്പിക്കുക. വഴിപാട് വെച്ച് കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ആ ദേവതയെ കാണുക. ആ ദേവതയെ കാണുമ്പോൾ നിങ്ങളെന്നുള്ള ചിന്ത പാടില്ല. അവിടെ 2 അല്ല, 1. അങ്ങനെ അല്പനേരം ധ്യാനിക്കുമ്പോൾ ആ പ്രാർത്ഥന പൂർണ്ണമാകും. ആ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടാകും. ചെയ്ത് നോക്കിക്കൂ. ഞാൻ പറഞ്ഞ വിശദമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ വ്യക്തമായിട്ടും വളരെ ലളിതമായിട്ടുമാണ് പറഞ്ഞത്. ഇനിയും കൂടുതൽ അതിൽ വിശദമാക്കാൻ പറ്റത്തില്ല. അപ്പോൾ വഴിപാട് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ആ ശ്രീകോവിലിനുള്ളിൽ ദേവതയെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് നിങ്ങളുടെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു വേണം വഴിപാട് സമർപ്പിക്കാൻ. പിന്നെ നിങ്ങളുടെ കാര്യം പറയണ്ട. പിന്നെ കണ്ണടച്ച് ഹൃദയത്തിൽ ആ ദേവതയെ ധ്യാനിക്കുക. ഒന്നും ആവശ്യപ്പെടേണ്ട. ആ ദേവതയെ ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിൽ ആ ദേവത മാത്രമേ മനസ്സിൽ കാണാവുള്ളൂ. നിങ്ങളെന്നുള്ള ചിന്ത പാടില്ല. അപ്പോൾ അത് ആ ദേവതയുമായി നിങ്ങൾക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റും. ദേവതയുമായി നിങ്ങൾ ഐക്യം പ്രാപിക്കും. അപ്പോൾ ആ ഒരു ധ്യാനമാണ് ആ ദേവതയുടെ അനുഗ്രഹം, ആ ദേവതയുടെ ഗുണങ്ങൾ, ആ ദേവതയുടെ സഹായം നിങ്ങളിലേക്ക് ഉണ്ടായി വരും. ഇത് ശ്രേഷ്ഠമായ ഒരു വിദ്യയാണെന്നറിയുക. അവിടെ ദ്വൈതമില്ല, അദ്വൈതമാണ്. വഴിപാട് സമർപ്പിക്കുന്നിടം വരെ 2ആയിട്ട് കണ്ടു. വഴിപാട് സമർപ്പിച്ച് കഴിയുമ്പോൾ ഞാനെന്ന ഭാവമില്ല, ദേവത മാത്രമേ ഉള്ളൂ. അവിടെ ദ്വൈതമായി. ആ ദ്വൈതമല്ല, അവിടെ അദ്വൈതമായി. അവിടെ ഏകാത്മഭാവമായി. ആ അദ്വൈതത്തിൽ നിന്നാണ് സർവ ഐശ്വര്യങ്ങളും സർവ മാറ്റങ്ങളും ആ ദേവതാ കടാക്ഷവും നിങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. നിങ്ങളിലേക്ക് ആ ദേവതയുടെ ഗുണം ഉണ്ടായി വരുന്നത്, ആ ദേവതയുടെ സഹായം നിങ്ങൾക്കുണ്ടാകുന്നത് ഈ വിദ്യയിലൂടെയാണ്. പറയാൻ മനസ്സിലായോ? 2ആയിട്ട് അല്ല. ആദ്യം നമ്മൾ വഴിപാട് വെക്കുമ്പോൾ ആ ദേവതയെ 2ആയിട്ട് തന്നെ, നിങ്ങളും ദേവതയും 2ആണ്. പക്ഷേ നിങ്ങൾ വഴിപാട് വെച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദേവതയെ ഹൃദയത്തിൽ കണ്ടു. പിന്നെ നിങ്ങളെന്നുള്ള ചിന്തയില്ല. അപ്പോൾ ഒന്നായി. അങ്ങനെ അപ്പം ധ്യാനിക്കുക. അവിടെ പ്രാർത്ഥനയില്ല. അങ്ങനെ ധ്യാനിച്ച് ശ്രീകോവിലിൻ്റെ നടയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുക. ധ്യാനിച്ച ശേഷം ആ ദേവതയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടായി വരും. ഏറ്റവും ശ്രേഷ്ഠമായതും സൂക്ഷ്മമായതും അതിനിഗൂഢമായതും ആ ദേവതയുടെ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്ന ഒരു വിദ്യയാണ് ഈ പറഞ്ഞു തരുന്നത്. ചെയ്ത് നോക്കിക്കോളൂ. നമ്പർ 3, നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും
ഇപ്പം കൃഷ്ണൻ്റെ ക്ഷേത്രമായിക്കോട്ടെ, ശിവൻ്റെ ക്ഷേത്രമായിക്കോട്ടെ, ഭദ്രകാളി അമ്മയുടെ ക്ഷേത്രമായിക്കോട്ടെ. ഉദാഹരണം, നിങ്ങളിപ്പം കൃഷ്ണൻ്റെ ഒരു അമ്പലത്തിലാണ് പോകുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ദേവത മാത്രമേ മനസ്സിൽ കാണാവുള്ളൂ. വേറെ ദേവതയുടെ ചിന്ത വരാൻ പാടില്ല. ആ പ്രധാന ദേവത, ആ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏതാണോ ആ ദേവത മാത്രമേ മനസ്സിൽ കാണാവുള്ളൂ. അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ആ ദേവതയിൽ തന്നെയാണ് എല്ലാ ശക്തികളും കുടികൊള്ളുന്നത്. ആ ദേവതയിൽ തന്നെയാണ് എല്ലാ പ്രപഞ്ചവും. ആ ദേവതയ്ക്ക് എന്തും സാധ്യമാണ്. ആ ദേവത തന്നെയാണ് എല്ലാം എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. അതോടൊപ്പം എല്ലാത്തിലും കുടികൊള്ളുന്നതും എല്ലാത്തിലും ഉള്ളതും ഈ ദേവത തന്നെയാണ് എന്ന ചിന്തയും വേണം. അപ്പോൾ നിങ്ങൾ ഏത് ക്ഷേത്രത്തിലാണോ തൊഴുന്നത് ആ ക്ഷേത്രത്തിലെ ഇപ്പോൾ ശിവനായിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, ഭദ്രകാളി ആയിക്കോട്ടെ, മുരുകനായിക്കോട്ടെ, ഏത് ദേവത ആയിക്കോട്ടെ, ആ ദേവത, പ്രധാന പ്രതിഷ്ഠയുള്ള ആ ദേവത മാത്രമേ മനസ്സിൽ കാണാവുള്ളൂ. ആ ദേവത തന്നെയാണ് എല്ലാം, എല്ലാത്തിലുള്ളതും ആ ദേവത തന്നെയാണ് എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. ആ ഒരു ചിന്തയോടുകൂടി ആ ദേവതയെ വണങ്ങിയാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കും. ഒരു സംശയം വേണ്ട. നിങ്ങൾ ഒരു പൂ പോലും അങ്ങനെ സമർപ്പിച്ചാൽ, ഇനി ഒന്നും സമർപ്പിച്ചില്ലേ പോലും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ ദേവത നടത്തി തന്നിരിക്കും. ഇത് മൂന്നാമത്തെ രഹസ്യം. ഇതാണ് ഏറ്റവും വലിയ അറിവ്, ഇതാണ് ഏറ്റവും വലിയ വിദ്യ. ആ ദേവത മാത്രമേ മനസ്സിൽ കാണാവുള്ളൂ. അത് ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ദേവതയാണ് സർവസ്വവും. ആ ദേവതയിലാണ് ഈ പ്രപഞ്ചം മുഴുവനും. ആ ദേവതയ്ക്ക് എന്തും സാധിക്കും. ആ ദേവതയാണ് ഏറ്റവും ശക്തിയുള്ളത്. ആ എല്ലാത്തിലും ആ ദേവത തന്നെയാണ്. ഇങ്ങനെ ഒന്നിൽ എല്ലാവും എല്ലാത്തിൽ ഒന്നും ദർശിക്കുന്നവനാണ് ആ ഈശ്വരൻ്റെ ആ അനുഭവം ഉണ്ടാകുന്നത്. ഏറ്റവും അറിയേണ്ട ഒരു കാര്യമാണ് ഇത്. നിങ്ങൾ ഏത് ക്ഷേത്രം ദർശനം നടത്തിയാലും ഈ ഒരു നിയമം, ഈ ഒരു കാര്യം നിങ്ങൾ പാലിക്കണം. അങ്ങനെ നിങ്ങൾ ക്ഷേത്രനടയിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഒരു 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 പൂവ് തന്നെ സമർപ്പിച്ചാലും ആ ദേവത സർവ കാര്യങ്ങളും നിങ്ങളുടെ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു തരും. നിങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളും, ആ ദേവതയുടെ സർവ ഗുണങ്ങളും, സർവ സഹായങ്ങളും, മഹത്തായ ഐശ്വര്യങ്ങളും, സർവ രക്ഷകൾ, നമ്മളെല്ലാത്തിൽ നിന്ന് രക്ഷാവലയമായും എല്ലാ ആ ദേവത നിങ്ങളിൽ ദേവതയുടെ അനുഗ്രഹം നിങ്ങളിൽ വർത്തിക്കുമെന്നുള്ളതാണ്, നിങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു തവണ പോലും ക്ഷേത്ര ദർശനം ചെയ്താൽ അതൊരു അനുഭവമായിരിക്കും. അല്ലാതെ എത്ര ചെയ്താലും നിങ്ങൾ അതാകത്തില്ല, അത് നിങ്ങളുമാകത്തില്ല. അപ്പോൾ ആ ചൈതന്യത്തിലോട് നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാകണമെങ്കിൽ അതിന് അറിയേണ്ട നാല് കാര്യങ്ങളുണ്ട്. അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ യാന്ത്രികമായിട്ട് നമ്മൾ പോകുന്നു, വഴിപാട് വെക്കുന്നു, പോകുന്നു, അതൊക്കെ യാന്ത്രികമായിട്ട് നടക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലേക്ക് ആ ഭാവം വരണമെന്നുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന 4 കാര്യങ്ങൾ അറിയണം, മനസ്സിലാക്കി ചെയ്യണം. 4ാമത്തെ കാര്യം, നമ്പർ 4, നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞു. ശ്രീകോവിലിന് വെളിയിലിറങ്ങി കൊടിമരത്തിൻ്റെ വെളിയിൽ ചെറിയ മണ്ഡപങ്ങളോ എന്തെങ്കിലും കാണും. അവിടെ ഇരുന്ന് ആ ദേവതയെ, ഇപ്പോൾ ഭദ്രകാളിയാണെങ്കിൽ ഭദ്രകാളി, കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ, ഏത് ക്ഷേത്രമാണെങ്കിലും അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ ദേവതയെ മനസ്സിൽ അല്പനേരം ധ്യാനിക്കുക. അവിടെ പ്രാർത്ഥന വേണ്ട, ധ്യാനം മാത്രം മതി. അങ്ങനെ ഞാനെന്ന ചിന്തയില്ലാതെ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിക്കുമ്പോൾ ആ ധ്യാനത്തിൽ നിന്ന് ആ ദേവതയുടെ സർവ ഐശ്വര്യങ്ങളും സർവ ഗുണങ്ങളും നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് അത് ട്രാൻസ്ഫർ ആകും, നിങ്ങളിലേക്ക് വരും. കാരണം നമ്മൾ ഇങ്ങനെ ധ്യാനം നടക്കുമ്പോൾ നമ്മൾ ആ ഊർജത്തെയാണ് ഉൾക്കൊള്ളുന്നത്. അതായത് ആ ദേവതയിൽ നിന്നുള്ള ഊർജ്ജ സങ്കല്പത്തിലാണ് ധ്യാനം ചെയ്യുന്നത്. ധ്യാനം സംസാരമല്ല, ധ്യാനം പ്രവർത്തികളല്ല. ധ്യാനം പറഞ്ഞാൽ മനസ്സിൻ്റെ ഏകാത്മതാഭാവമാണ്. അവിടെയാണ് ആ നമ്മുടെ ഉള്ളിലെ ബോധം വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലെ ബോധമാകുന്ന ഊർജത്തിൽ ദേവതാസ്മരണ ഉണ്ടാകുമ്പോൾ ആ ഊർജങ്ങൾ തമ്മിൽ താതാത്മ്യം പ്രാപിക്കും. ഏതൊരു ക്ഷേത്രത്തിലെയും ദേവത സൂക്ഷ്മത്തിൽ ഊർജമാണെന്നും ആ ഊർജം സർവ്വത്തിലേക്കും വ്യാപിക്കുന്നതാണെന്നും ഉള്ള അറിവ് എപ്പോഴും വേണം. ആ അറിവ് ഉണ്ടാകുമ്പോഴാണ് ആ ദേവതാ ചൈതന്യം നമ്മളിലേക്ക് വ്യാപിക്കുന്നത്. നമ്മളിലേക്ക് അത് ദേവതാ ചൈതന്യം വരുന്നത് ആ ദേവതയെ ഊർജമാണ് എന്നുള്ള ഏതൊരു ദേവതയും സൂക്ഷ്മ രൂപത്തിൽ ഊർജമാണ്, ചൈതന്യമാണ് എന്ന ഒരു ബോധം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ചൈതന്യവും ആ ദേവതാ ചൈതന്യവുമായി
താതാത്മ്യം പ്രാപിക്കുന്നത്. അപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ മനസ്സ് മാറും, നിങ്ങളുടെ സ്വഭാവം മാറും, നിങ്ങളുടെ ജീവിത സാഹചര്യം മാറും. നിങ്ങൾ കാണുന്നതിലും കേൾക്കുന്നതിലും എല്ലാം നിങ്ങൾക്ക് വിജയം കൈവരും, പുതിയൊരു ജീവിതം ഉണ്ടായി വരും. അതാണ് മാറ്റമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതുതന്നെയാണ് ക്ഷേത്ര ദർശനത്തിൻ്റെയൊക്കെ ലക്ഷ്യവും. ഒരു വ്യക്തിയുടെ സമഗ്രമായ മാറ്റമാണ്, സമൂലമായ മാറ്റമാണ്. ഇനിയും ഈ 4 കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും ചില കാര്യങ്ങളുണ്ട്, അതും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൂടെ അറിയുമ്പോഴേ പൂർണ്ണമാകത്തുള്ളൂ. നമ്മൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു, ശ്രീകോവിലിനുള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചു, ദേവതയെ പ്രദക്ഷിണം ചെയ്യുന്നു ഏകദേശം വൃത്താകൃതിയിൽ. എന്തുകൊണ്ടാണ് വൃത്താകൃതിയെ പ്രദക്ഷിണം ചെയ്യുന്നത്? വൃത്തത്തിൻ്റെ ആ മധ്യത്തിലാണ് പ്രതിഷ്ഠയിരിക്കുന്നത്. ആ പ്രതിഷ്ഠയിൽ ആ ദേവതയെ സൂക്ഷ്മ രൂപത്തിലുള്ള ചൈതന്യമാണെന്ന് സ്മരിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്താൽ ആ ചൈതന്യം നമ്മളിലേക്കും വ്യാപിക്കും. ഒരു കേന്ദ്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ചൈതന്യം ആ വൃത്തത്തിലേക്ക്, ആ പരിധിയിലേക്ക് വ്യാപിക്കും. വൃത്തം എന്ന് പറഞ്ഞാൽ വൃത്തത്തിലെ ഓരോ ബിന്ദുക്കളും ഏകദേശം കേന്ദ്രത്തിൽ നിന്നും തുല്യം അകലമാണ്. അതുകൊണ്ടാണ് വൃത്താകൃതിയിൽ നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നതിൻ്റെ ഗുണം. എങ്ങനെ പ്രദക്ഷിണം ചെയ്താലും ആ ദേവതയുടെ ചൈതന്യം ഏകദേശം തുല്യ അളവിൽ നമ്മളിലേക്ക് വ്യാപിക്കും. അതുകൊണ്ടാണ് വൃത്താകൃതിയിൽ പ്രദക്ഷിണം ചെയ്യുന്നത്, ഏകദേശം വൃത്താകൃതി. ആ വൃത്താകൃതിയിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ കേന്ദ്രത്തിൽ ആ വൃത്തത്തിൻ്റെ നടുക്കുള്ള ആ പ്രധാന പ്രതിഷ്ഠയായ ദേവത ചൈതന്യത്തിലായിരിക്കണം മനസ്സ്, അപ്പോഴേ അത് വ്യാപിക്കത്തുള്ളൂ. അങ്ങനെ ദേവതയെ ചിന്തിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുക. ആ ചൈതന്യം നിങ്ങളിലേക്കും വ്യാപരിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത്. അതാണ് പ്രദക്ഷിണ രഹസ്യം. അപ്പോൾ ആ ചിന്തയില്ലാതെ നിങ്ങൾ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ആ ഫലം ഉണ്ടാകത്തില്ല. ആ ദേവതയെന്നുള്ള മനസ്സിൽ ആ ചിന്ത ദേവത ഊർജ്ജമാണെന്നും സൂക്ഷ്മരൂപത്തിൽ ഊർജ്ജമാണെന്നും ചൈതന്യമാണെന്നും ആ ചൈതന്യത്തിന് എല്ലാത്തിലേക്കും വ്യാപിക്കാനുള്ള ശക്തി ഉണ്ടെന്നുമുള്ള ആ ഒരു ചിന്തയിൽ ആ ദേവതയെ ധ്യാനിച്ചുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുമ്പോഴാണ് ആ ദേവതയെന്നുള്ള ചൈതന്യം നിങ്ങളിലേക്ക് ശരിക്കും വ്യാപിക്കുന്നത്. ആ സങ്കല്പത്തിന് പ്രാധാന്യമുണ്ട്. സങ്കല്പം ഉണ്ടെങ്കിലേ ആ പ്രദക്ഷിണം പൂർണ്ണമാകത്തുള്ളൂ. ഇപ്പം ഞാൻ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്നും അഭ്യസിച്ചു. അപ്പം ഗുരു എന്നോട് പറഞ്ഞു തരുന്നുണ്ട്, ശ്വാസം ഒരു പ്രത്യേക രീതിയിലെടുത്ത് ഓരോ ചക്രാസിലും വരുമ്പോൾ ആ സങ്കല്പം വേണം. ആ സങ്കല്പത്തിലൂടെ ശ്വാസം എടുത്ത് വിടുമ്പോഴാണ് ആ ചക്രാസിൽ ആക്റ്റീവ് ആകുന്നത്. അപ്പോഴാണ് ക്രിയായോഗ കൊണ്ട് ഫലമുണ്ടാകുന്നത്. അപ്പോൾ ആ സങ്കല്പം കൂടെ ആകുമ്പോഴാണ് ആ വിദ്യ പൂർണ്ണമാകുന്നത് എന്നാണ് എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുമ്പോൾ ആ ദേവത എന്താണെന്നും ദേവതയുടെ ശക്തി എന്താണെന്നും ദേവത ഊർജ്ജമാണെന്നും സൂക്ഷ്മരൂപത്തിൽ ആ ഊർജ്ജം നമ്മളിലേക്ക് വ്യാപിക്കുന്നതാണെന്നും അങ്ങനെ ദേവതയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ആ ദേവതയിൽ നിന്ന് ഊർജ്ജം നമ്മളിലേക്ക് വ്യാപിക്കുമെന്നും സങ്കല്പിച്ച് ചെയ്യുമ്പോഴാണ് അത് അനുഭവമാകുന്നത്. അല്ലെങ്കിൽ യാന്ത്രികമായിരിക്കും. യാന്ത്രികമായി ചെയ്യുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, പ്രദക്ഷിണ രഹസ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ഒന്നിൽ കുളമുണ്ടെങ്കിൽ കുളത്തിൽ കയ്യും കാലും മുഖവും കഴുകിയിട്ട് ക്ഷേത്രത്തിലോട്ട് കയറണം. അല്ലെങ്കിൽ പൈപ്പുണ്ടെങ്കിൽ പൈപ്പിൽ കയ്യും കാലും മുഖവും കഴുകിയിട്ട് ക്ഷേത്രത്തിലേക്ക് കയറണം. ഇത് കഴുകുക, വൃത്തിയാക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം. വെള്ളം ശരീരത്തിൽ കയ്യെ കാലേ മുഖമൊക്കെ തൊടുമ്പോൾ നമ്മളിൽ ഒരു ഉണർവുണ്ടാകുമ്പോൾ നമ്മളുടെ ബോധം, നമ്മളുടെ ചിന്ത പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരും, ആ നിമിഷത്തിലേക്ക് വരും. ആ നിമിഷത്തിലേക്ക്, ആ മൈൻഡ്ഫുൾനെസ്സിൽ ആ നിമിഷത്തിലേക്ക് മനസ്സ് വരുമ്പോഴാണ് പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുന്നത്. നമ്മൾ പഴയ കാലത്തിലോ ഭാവി കാലത്തിലോ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഏത് കാര്യം ചെയ്താലും ഫലം ഉണ്ടാകത്തില്ല. നമ്മളെ മനസ്സ് ആ നിമിഷത്തിലേക്ക് വരണം. അതിനൊരു ഉണർവിന് വേണ്ടിയാണ് കൈയും കാലും മുഖം നനയ്ക്കാൻ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അങ്ങനെ ജലാംശത്തോടുകൂടി ക്ഷേത്രപ്രവേശനം ചെയ്യുക. ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞ് വിഗ്രഹത്തിൻ്റെ നേരെ നിൽക്കരുത്, അല്പം മാറി നിൽക്കുക. കാരണം ചൈതന്യം എപ്പോഴും പ്രസരിക്കുന്നത് ഒരു സർപ്പിൾ ആകൃതിയിലായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഊർജം പ്രവഹിക്കുന്നത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ആയിരിക്കണമെന്ന്, ഒരു സർപ്പിൾ ആകൃതിയിൽ അല്ലെങ്കിൽ വൈഡായിട്ടായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ചിലപ്പോൾ ഞാനീ പറയുമ്പം എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വഴിപാട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അനുഭവം ഉള്ളതുകൊണ്ടോ നിങ്ങൾ ചിലപ്പം വിചാരിക്കും, ആ ശരി, ക്ഷേത്രത്തിന് മുന്നിൽ ദേവതയ്ക്ക് മുന്നിൽ നിന്ന് അല്പം മാറി നിൽക്കണം. അപ്പം ഊർജം സർപ്പിൾ ആകൃതിയിലാണ് അല്ലെങ്കിൽ വൈഡായിട്ടാണ് പ്രസരിക്കുന്നത്.
അപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം ശരി ശരി എന്ന് മനസ്സിൽ വിചാരിക്കും. കാരണം ചിലപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വഴിപാട് ചെയ്തുകൊണ്ടുള്ള അനുഭവം കൊണ്ടായിരിക്കും. അങ്ങനെയല്ല, മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാം. നമ്മൾ ഫാൻ ഇടുമ്പം ഫാനിൻ്റെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ കാറ്റാണ്. അത് ഇങ്ങനെ നമ്മളിലേക്ക് വരുന്നത് സ്ട്രെയിറ്റായിട്ടല്ല, അതിങ്ങനെ വൈഡായിട്ടാണ് വരുന്നത്. അതിങ്ങനെ വൈഡായിട്ടാണ് പോകുന്നത് കാറ്റ്, അല്ലേ? അതുപോലെ ദേവതയിൽ നിന്നുള്ള ഊർജ്ജവും കറക്റ്റ് സ്ട്രെയിറ്റ് അല്ല, അത് വൈഡായിട്ട് പ്രസരിക്കും. അത് കുറച്ച് ദേവതയുടെ ആ വിഗ്രഹത്തിൽ നിന്ന് അല്പം ഒന്ന് മാറി നിന്ന് തൊഴുമ്പോൾ കൂടുതൽ ഒരു അനുഭവം നമ്മൾക്കുണ്ടാവും. ഇനി നേരെ നിന്ന് തൊഴുകണോ എന്നുള്ളൊരു നേരെ നിന്ന് തൊഴുക, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. എൻ്റെ അറിവ് ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ കേട്ടോ. അത് സ്വീകരിക്കാതിരിക്കുക അവനവൻ്റെ ഇഷ്ടം. അപ്പോൾ അല്പം മാറി നിന്ന് ദേവതയെ തൊഴുക. അപ്പോൾ ആ ഊർജ്ജത്തിൻ്റെ ഒരു പ്രസരണം നിങ്ങൾക്ക് നല്ലൊരു ഫീലിങ്സ് ഉണ്ടാകും. ചെയ്ത് നോക്കുക. ഇനിയും ഏത് ദേവതയെ തൊഴുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ തൊഴുന്നത്, അല്ലേ? ഇങ്ങനെ തൊഴുത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വെക്കണം ഈ നെഞ്ചിൽ കൈ. അപ്പം ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ദേവതയുടെ ഊർജം നമ്മളിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ്. ആ ദേവതാ ഊർജത്തെ നമ്മൾ ഈ കൈക്കുമ്പിളിലൂടെ ഇങ്ങനെ ഊർജത്തെ ദേവതാ ഊർജത്തെ നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഇങ്ങനെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ തൊഴുത് കഴിഞ്ഞ് ഇങ്ങനെ വെക്കണം. അപ്പോൾ ആ ഊർജത്തെ നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിൽ സങ്കല്പിക്കുമ്പോഴേ ആ ഊർജത്തെ സ്വീകരിക്കുന്നത്. മനസ്സിൽ ആ സങ്കല്പം വേണം, അല്ലെങ്കിൽ യാന്ത്രികമായി പോകും. യാന്ത്രികമായിട്ട് ചെയ്യുന്നതിനൊന്നും ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തില്ല. എന്നിട്ട് നിങ്ങളുടെ ശിരസ് കുമ്പിട്ട് ഇങ്ങനെ തൊഴണം. അതിന് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നട്ടെല്ല് വളയും. നട്ടെല്ല് വളഞ്ഞ് നിവർന്നു കഴിയുമ്പോൾ ആ ഒരു കുണ്ടലിനിയുടെ ആ ചൈതന്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഒരു പ്രവാഹം അവിടെ ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? നട്ടെല്ലൊന്ന് നിവർന്നിട്ട് ഒന്ന് വളഞ്ഞിട്ട് നിവരുമ്പോൾ ആ ഒരു കുണ്ടലിനിയുടെ ആ നട്ടലിനുള്ളിൽ ഊർജ്ജപ്രവാഹം. ഇനിയിപ്പം കുണ്ടലിനെ പോട്ടെ, എല്ലാവരും ഇപ്പം കുണ്ടലിനെ കയറിയാണ് ഓരോന്ന് കുണ്ടലിനെ വളർത്താൻ കുണ്ടലിനെ എന്ന് പറഞ്ഞാണ് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് പോട്ടെ, കുണ്ടലിനെ അങ്ങ് വിടുക. കുണ്ടലിനെ അത് ശരിക്കും അറിയാവുന്നവർ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, അനുഭവിച്ചവൻ പറയത്തില്ല. അത് പോട്ടെ. അതിനെ നട്ടലിനുള്ളിൽ കൂടി ശരിയായിട്ട് ഊർജ്ജപ്രവാഹം ഉണ്ടാകും നട്ടലും വളഞ്ഞിട്ട് നിവരുമ്പോൾ. 1. 2, നിങ്ങളുടെ സഹസ്രാരം ഈ ഉച്ചി ആ ദേവതയുടെ നേരെ വരുമ്പോൾ ആ ദേവതയുടെ അനുഗ്രഹം, ആ കൃപാകടാക്ഷം, ആ ഊർജ്ജം നിങ്ങളുടെ ഈ ഉച്ചിയിലേക്ക് സഹസ്രാരത്തിലേക്ക് വന്നു കഴിയുമ്പം സഹസ്രാരത്തിലൂടെ സർവ്വചക്രാസിനെ ആക്റ്റീവ് ആക്കും. ഈ 2 കാര്യങ്ങൾ അവിടെ നടക്കും. അപ്പോഴാണ് ക്ഷേത്ര ദർശനം കൊണ്ട് ബലം ഉണ്ടാകുന്നത്. അത് നിങ്ങൾ സങ്കല്പിക്കുകയോടെ വേണം. നിങ്ങൾ സങ്കല്പിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണത് ബലമാകുന്നത്. നിങ്ങൾക്ക് തന്നെ ഉള്ളിലൊരു സമാധാനം, ശാന്തി, സന്തോഷം ഇതുണ്ടാകുമ്പോൾ തന്നെ ഐശ്വര്യങ്ങൾ വന്നോളൂ. പറഞ്ഞ് മനസ്സിലായില്ലേ? ഈ ഭ്രാന്തമായ ചിന്തകളും അങ്ങനെയുള്ള മനസ്സിലാണ് എപ്പോഴും ഓരോ തടസ്സങ്ങളും പ്രതിസന്ധികളും വന്നുകൊണ്ടിരിക്കുന്നത്. ശാന്തമായ മനസ്സിനെ എപ്പോഴും ഐശ്വര്യത്തെയും സമൃദ്ധിയെയും നല്ല കാര്യങ്ങളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. മനസ്സിൻ്റെ ശാന്തതയാണ് മനസ്സിൻ്റെ ശക്തി എന്നറിയുക. അപ്പോൾ ആ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കത് ഉണ്ടായി വരും. അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ. അപ്പം ക്ഷേത്രത്തിൽ പോയാൽ അങ്ങനെ ചെയ്യുക. പിന്നെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്ഷേത്രം അറിയപ്പെടുന്ന പേര് ചേർത്ത് ആ ദേവതയൊന്ന് വിളിക്കുക. ഇപ്പം എൻ്റെ ഗുരുവായൂർ എന്നുള്ള പേര് ചേർത്താണ് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു വിളിയിൽ ഭഗവാൻ ആ വിളി കേൾക്കും. എൻ്റെ ചോറ്റാനിക്കര എന്നുള്ള സ്ഥലം ചേർത്താണ് വിളിക്കുന്നത്. ആ വിളി ദേവി കേൾക്കും. ഇപ്പം ആ ക്ഷേത്രം അറിയപ്പെടുന്ന പേര് ചേർത്ത് ആ ദേവനെ അല്ലെ ദേവിയെ ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ 3 പ്രാവശ്യം വിളിക്കുക വാ കൊണ്ട്. ആ വിളി ആ ദേവത കേൾക്കും, സംശയം വേണ്ട. പിന്നെ അതിൻ്റെ കൂടെ 2ാമത് നിങ്ങൾ എൻ്റെ എന്നും കൂടെ ചേർത്ത് വിളിക്കുക. എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ചോറ്റാനിക്കരമേ, എൻ്റെ എന്ന് ചേർത്ത് വിളിക്കുക. അപ്പോൾ ആ ദേവതയുടെ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതങ്ങനെ എൻ്റെ എന്ന് ചേർത്ത് വിളിക്കുമ്പോൾ ഇത്ര കൂടുതൽ അനുഗ്രഹം ഉണ്ടാകുന്നത് കേട്ടുകൊള്ളുക. പറഞ്ഞുതരാം. എൻ്റെ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. അതിന് കുറച്ചുകൂടി ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ദേവതയുമായി കൂടുതൽ ഐക്യം പ്രാപിക്കും. ആ ദേവതയുമായി കൂടുതൽ നിങ്ങൾ ഐക്യം പ്രാപിക്കുമ്പോഴാണ് കൂടുതൽ ഐക്യം പ്രാപിച്ചു കഴിയുമ്പോൾ താതാത്മ്യം ഉണ്ടാകും ആ ദേവതയുമായി. അപ്പോഴാണ് ദേവതയുടെ അനുഗ്രഹങ്ങൾ, ഗുണങ്ങൾ, മഹത്തായ ഐശ്വര്യങ്ങൾ, ആ ദേവതയുടെ സഹായം രക്ഷാവലയം പോലെ നിങ്ങളെ സംരക്ഷിക്കും. ഇപ്പം എൻ്റെ ഗുരുവായൂരപ്പ,
എൻ്റെ ചോറ്റാനിക്കരയമ്മ. അപ്പോൾ എൻ്റെ എന്ന് ചേർത്ത് വിളിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ആ ദേവതയുമായി നിങ്ങളുടെ മനസ്സുകൊണ്ടൊരു ഐക്യമുണ്ടാകും. അത് നിങ്ങളിൽ മാറ്റം വരുത്തും. അപ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. ഇതൊക്കെ ഞാൻ പറഞ്ഞ് കൃത്യമായി ചെയ്തവർക്കൊക്കെ ഈശ്വരാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ഷേത്രമെന്ന് പറയുമ്പോൾ ഞാൻ ലളിതമായിട്ട് പറയാം. ക്ഷേത്ര സംവിധാനങ്ങളെക്കുറിച്ചും തന്ത്രത്തെക്കുറിച്ചുമൊക്കെ ഈ പരമശിവൻ ഭഗവാൻ അനുവദിക്കുമെങ്കിൽ എപ്പോഴെങ്കിലും ഞാനൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യാം. ഇപ്പോഴൊന്നുമല്ല, എപ്പോഴെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ചെയ്യാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഇതൊക്കെ ഭഗവാനാണ് തീരുമാനിക്കുന്നത്. അത് അപ്പം ചെയ്യാം. ഇപ്പം ഞാനൊരു ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പം കൊടിമരം ഉണ്ടല്ലേ, കൊടിമരം നമ്മളെ ഒരു സൂചനയാണ്. അതിൻ്റെ ഒരു വശമാണ് പറഞ്ഞു തരുന്നത്. ഒരുപാട് വേറെ വശങ്ങളുണ്ടായിരിക്കും. മനസ്സേ നീ ജാഗ്രത ആയിക്കോളൂ, ഈശ്വരൻ്റെ അടുത്തേക്ക് നീ പോവുകയാണ് എന്നുള്ള ഒരു സൂചനയാണ് ഈ കൊടിമരം. കൊടിമരത്തിന് വേറെയും പല കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വശം മാത്രമാണ് പറയുന്നത്. അപ്പോൾ മനസ്സൊന്ന് ജാഗ്രതയാകുക, ഈശ്വരൻ്റെ അടുത്തേക്കാണ് നീ പോകുന്നത്. ഒന്നുകൂടെ അവയർനെസ് ഉണ്ടാക്കുക, ഒന്നുകൂടെ നിങ്ങൾക്ക് ആ ബോധമുണ്ടാക്കുക, പ്രസൻറ്റ് മൊമെൻറ്റിൽ മനസ്സിനെ കൊണ്ടുവരിക. അപ്പോൾ ആ കൊടിമരം ഒരു സൂചനയാണ്. എന്നിട്ട് നിങ്ങൾ ശ്രീകോവിലിനുള്ളിലേക്ക് കയറുന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉള്ളിലാണ് എല്ലാം ഇരിക്കുന്നത്, അല്ലേ? ക്ഷേത്രത്തിനുള്ളിലാണ് ആ ചൈതന്യം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ളിലേക്ക് കയറി ആ ഈശ്വരനെ തൊഴുത് ആ ചൈതന്യത്തെ അറിഞ്ഞ് നിങ്ങൾ തിരിച്ച് ഇറങ്ങി വരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ തന്നെ ഉള്ളിലെ ആ ബോധത്തിലേക്ക് നമ്മുടെ ഉള്ളിലെ ഈശ്വരബോധം, നമ്മുടെ ഉള്ളിലെ ആ ബോധത്തിലേക്ക്, ആ ചൈതന്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി നമ്മുടെ ഉള്ളിൽ നിന്ന് മനസ്സ് വെളിയിൽ കൊണ്ടുവന്ന് ആ ചൈതന്യത്തെ നമ്മുടെ ശരീരത്തിൽ തന്നെ വ്യാപിപ്പിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ക്ഷേത്ര ദർശനത്തിലും നമ്മൾ ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിൽ പോയി നമ്മുടെ കുണ്ടലിനി ശക്തിയെ ഉണർത്തി ആ ചൈതന്യത്തെ നമ്മളിൽ വ്യാപിപ്പിക്കുന്ന ആ പ്രക്രിയ തന്നെയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ആ ചൈതന്യത്തെ അറിഞ്ഞ് വെളിയിലേക്ക് വന്ന് ആ ചൈതന്യത്തെ നമ്മളിലേക്ക് വ്യാപിപ്പിക്കുമ്പോഴാണ് ആ ക്ഷേത്ര ദർശനം പൂർണ്ണമാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതെങ്ങനെയാണ് ഈ ചൈതന്യം ഇപ്പം നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു, ദേവതയെ കണ്ടു, തൊഴുതു, ചൈതന്യത്തെ അറിഞ്ഞു. ഇനി ചൈതന്യത്തെ എങ്ങനെയാണ് നമ്മളിലേക്ക് വ്യാപിപ്പിക്കുന്നത്? അതിന് ധ്യാനമാണ് ചെയ്യേണ്ടത്. ധ്യാനം. അപ്പം ധ്യാനം ഞാൻ ശ്രീകോവിലിൻ്റെ മുന്നേ നിന്ന് വഴിപാട് സമർപ്പിച്ച് കഴിഞ്ഞ് അല്പനേരം ദേവതയെ ഒന്ന് ധ്യാനിക്കാൻ പറഞ്ഞു. 1. 2, ക്ഷേത്രത്തിന് വെളിയിലിറങ്ങി, കൊടിമരത്തിന് വെളിയിലിറങ്ങി മണ്ഡപത്തിൽ ഇരുന്ന് ദേവതയെ ധ്യാനിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ധ്യാനിക്കുമ്പോഴാണ് ആ എനർജി നിങ്ങളിലേക്ക് വ്യാപനം ചെയ്യുന്നത്, വ്യാപിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ക്ഷേത്ര ചൈതന്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ക്ഷേത്ര ദർശനത്തിൻ്റെ ഫലം പൂർണ്ണമായും കിട്ടുന്നത്. എന്നിട്ട് ക്ഷേത്രം വിടുക. ഇനിയും ഒരു കാര്യം കൂടെ ചെയ്താൽ ക്ഷേത്ര ദർശനം പൂർണ്ണമായി. 1, നിങ്ങൾ ക്ഷേത്ര ദർശനം ചെയ്യുന്നതോടൊപ്പം ഏതെങ്കിലും ചെറിയൊരു ദാനം അർഹരായവർക്ക് ചെയ്യുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ അത് പെട്ടെന്ന് ബലമുണ്ടാകും. 2, ആ തിരുമേനിക്കുമൊക്കെ നിങ്ങൾ മനസ്സ് സന്തോഷത്തോടെ ദക്ഷിണ കൊടുക്കണം. ദക്ഷിണ കൊടുക്കുമ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ദക്ഷിണ കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ ക്ഷേത്രദർശനം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 5 രൂപ കൊടുക്കാനേ 10 രൂപ കൊടുക്കാനേ നിവൃത്തി ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി. പക്ഷേ സത്യസന്ധമായിരിക്കണം. നിങ്ങൾക്ക് അതിൽ കൂടുതൽ നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിവൃത്തിക്കനുസരിച്ച് ഒരു ദക്ഷിണ തിരുമേനിക്ക് കൊടുക്കണം. അതിൽ കാര്യമുണ്ട്. അതുകൂടെ ചെയ്യുമ്പോഴേ ഈ പൂർണ്ണമാകത്തുള്ളൂ. അതുപോലെ ആ ദേവതയ്ക്ക് നിങ്ങളൊരു ദക്ഷിണ അവിടെ സമർപ്പിക്കണം. അത് നിങ്ങളുടെ കഴിവിനൊത്ത, നിങ്ങൾക്ക് 2 രൂപ ഇടാൻ പറ്റത്തുള്ള 2 രൂപ മതി. പക്ഷേ നിങ്ങൾക്കൊരു 10 രൂപ ഇടാൻ നിവൃത്തിയുള്ള ആളാണെങ്കിൽ, ഒരു 100 രൂപ ഇടാൻ നിവൃത്തിയുള്ള ആളാണെങ്കിൽ 100 രൂപ തന്നെ ഇവിടെ ഇടുക. ഒരു 2 രൂപ നിവൃത്തിയുള്ള അത് ഇട്ടാൽ മതി. സത്യസന്ധമായി നിങ്ങളുടെ കഴിവിനൊത്തൊരു സമർപ്പണം അവിടെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ കണ്ടിരിക്കുന്ന ആർക്കും ഒരിക്കലും സമ്പത്തിന് കുറവ് വന്നിട്ടില്ല, എന്നും വർദ്ധിച്ച് വന്നിട്ടേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ആ സമർപ്പണം, സത്യസന്ധമായ ഒരു സമർപ്പണവും കൂടെ അവിടെ വേണം. അപ്പോഴാണ് ആ ക്ഷേത്ര ദർശനം പൂർണ്ണമാകുന്നത്. ചിലർ വിചാരിക്കും തിരുമേനിക്കിപ്പം ഈ സാമ്പത്തികമുള്ളവർ ചിലർ 50 രൂപ കൊടുക്കും, ചിലർ 100 രൂപ കൊടുക്കും. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ 100 രൂപയൊക്കെ കൊടുക്കുന്നവർ സാമ്പത്തികം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അവർക്കൊക്കെ വലിയ രീതിയിൽ സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ടും വർദ്ധിച്ചു വരുന്നതായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. അനുഭവത്തിൽ ഞാൻ പറയുന്നത്. അതുപോലെ ആ ദേവനല്ലേ ദേവിക്ക് ക്ഷേത്ര ഭണ്ഡാരത്തിലേക്ക് ചിലർ 5 രൂപ ഇടും, ചിലർ 2 രൂപ ഇടും, ചിലർ 100 രൂപ ഇടും. അങ്ങനെ ഇടുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ
സാമ്പത്തികത്തിന് ഒരുപാട് മാർഗങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്നാണെന്നറിയോ, അവിടെ സത്യസന്ധമായ, ആരും നിർബന്ധിക്കാതെ സ്വയം ചെയ്യുന്നതാണ്. അവനവന് മനസ്സുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അവിടെ ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല. അതും പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെയുള്ളവർക്ക് ധനം വളരെ വർദ്ധിച്ചു വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും തൊഴിലിന് ബുദ്ധിമുട്ട് വരാറില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ സത്യസന്ധമായിട്ട് ചെയ്യുക. നിങ്ങളെക്കൊണ്ട് 10 രൂപ നിവർത്തിയോ, അല്ലെ 2 രൂപ നിവർത്തിയോ, അല്ലെ 1 രൂപ നിവർത്തിയോ, അല്ലെ അത് മതി. നിവർത്തിക്കനുസരിച്ച് അത് സത്യസന്ധമായിരിക്കണം. അങ്ങനെ ഒരു സമർപ്പണം കൂടെ ആകുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ഒരു താഴ്ചയും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. എന്നും ഉയർച്ചയും സമ്പത്തും ഐശ്വര്യവും നാൾക്ക് നാൾക്ക് അഭിവൃദ്ധിയും മാത്രം ഉണ്ടായി വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. എൻ്റെ അനുഭവ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നത്. ചെയ്തവർക്കൊക്കെ ബലമുണ്ടായ കാര്യങ്ങളാണ്. ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഒരേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ക്ഷേത്രത്തിൽ പോകുക എന്ന് പറയുമ്പോൾ മനസ്സിൽ വിചാരിച്ചോണം, ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ഈശ്വര ചിന്തയ്ക്ക് മാത്രമുള്ള സ്ഥലമാണ്. ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ചിന്തിച്ചോണം. അവിടെ ചെന്നിട്ട് നാട്ടുകാര്യം, വീട്ടുകാര്യം, മറ്റുള്ളവരുടെ കാര്യം, ബാങ്കിലെ ലോണിൻ്റെ കാര്യം, ഇതൊന്നും പറയാനുള്ള ഒരു സ്ഥലമല്ല. മറ്റുള്ളവരോട് കഥകൾ പറയാനുള്ള ഒരു സ്ഥലമല്ല. ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചത്, അവിടെ ആരെങ്കിലും പരിചയമുള്ളവർ കാണും, അവരോട് എൻ്റെ ബാങ്കിൻ്റെ ലോണിൻ്റെ കാര്യം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യം, എൻ്റെ നാട്ടിലെ കാര്യം, ഇതൊക്കെ അവിടെ കാണുന്ന പരിചയക്കാരോട് സംസാരിച്ച് ഉല്ലസിക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഈശ്വരനെ ദർശിക്കാൻ, ഈശ്വരനെ അനുഭവിക്കാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ച ഒരു സംവിധാനമാണ്. അവിടെ മറ്റു ചിന്തകൾ പാടില്ല. അവിടെ വീട്ടുകാര്യങ്ങളോ നാട്ടുകാര്യങ്ങളോ എല്ലാവരുമായിട്ടും പറഞ്ഞ് അങ്ങനെയല്ല ദർശനം നടത്തേണ്ടത്. അതെപ്പോഴും ചിന്തിച്ചോളുക. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമില്ല. ക്ഷേത്രത്തിൽ പോകുന്നത് മറ്റു ചിന്തകളില്ലാതെ ആ ഈശ്വരനിൽ അല്പനേരം ഒന്ന് ലയിച്ചിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാവും. അവിടെ ചെന്നിട്ട് മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ വിഷ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെയെല്ലാം പറഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തിയാൽ ആ ഫലം ഉണ്ടാകുകയില്ല. ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ഈശ്വരനെ ദർശിക്കാൻ, ഈശ്വരനെ അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ള, ഈശ്വരാനുഭവത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമാണ്. അവിടെ മറ്റു ചിന്തകൾ പാടില്ല. നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളിപ്പം വെളിയിൽ ഇറങ്ങിയൊരു കടയിൽ നിന്ന് പറഞ്ഞു. പക്ഷെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ക്ഷേത്രത്തിൽ ഈശ്വരചിന്ത മാത്രമേ പാടുള്ളൂ. അവിടെ അധികം സംസാരം പാടില്ല. അവിടെ എപ്പോഴും ആ ഈശ്വര ചിന്തയോടുകൂടിയുള്ള പ്രാർത്ഥനയും ആ ഈശ്വര ചിന്തയിലുള്ള ധ്യാനവും ആ ഈശ്വര ചിന്തയും മാത്രമേ പാടുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ മാറും, നിങ്ങളുടെ വീട്ടിലെ സ്ഥിതി മാറും, നിങ്ങളുടെ കുടുംബത്തിലെ ഐശ്വര്യങ്ങൾ ഉയർച്ചയുണ്ടാകും. നിങ്ങൾക്ക് ഈശ്വരൻ തണലായി, രക്ഷയായി എന്നും കൂടെ ഉണ്ടാകും. ഏതാപത്തിൽ ആ വിശ്വാസമാണ്, ആ സമർപ്പണമാണ് ഏറ്റവും വലിയ കാര്യം. ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ പൂർണ്ണമായും മനസ്സ് കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ആ ദേവത തന്നെയാണ് എല്ലാം, ആ ദേവതയിൽ തന്നെയാണ് എല്ലാം എന്ന് വിശ്വസിക്കുമ്പോഴാണ്, എന്ന് ചിന്തിക്കുമ്പോഴാണ് പൂർണ്ണ വിശ്വാസം വരത്തുള്ളൂ മനസ്സിന്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ദേവതയുടെ ഐശ്വര്യങ്ങളും ഗുണങ്ങളും അനുഭവങ്ങളും നമുക്കുണ്ടാകുന്നത്. അല്ലാതെ എത്ര ക്ഷേത്രദർശനം ചെയ്താലും എത്ര പ്രാർത്ഥിച്ചാലും ആ ശരിയായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഇത് ഏതൊരു ഹൈന്ദവ വിശ്വാസിയും ഇത്രയും കാര്യങ്ങൾ അറിയണം. അല്ലാതെ വേറെ എന്ത് കാര്യം അറിഞ്ഞിട്ടും ആ ക്ഷേത്ര ദർശനം കൊണ്ട് കിട്ടേണ്ട ഫലം കിട്ടത്തില്ല. ഈ കാര്യങ്ങൾ അറിയണം, ഏതൊരു ഹൈന്ദവ വിശ്വാസിയും അറിയണം. പക്ഷേ എൻ്റെ ഈ വീഡിയോ കൂടിപ്പോയ ഒരു 5000 പേര് അല്ലെങ്കിൽ ഒരു 6000 പേര് ഒക്കെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 9000 പേര്. പിന്നെ അതൊരു സൈഡിലേക്ക് അങ്ങ് മാറും. പിന്നെ അത് അധികം ഓട്ടം കാണത്തില്ല. മിക്കവാറും എല്ലാ വീഡിയോകളുടെ അവസ്ഥ അങ്ങനെയാണ്. ഇതും അങ്ങനെ മൂലയ്ക്കോട്ട് ഒതുങ്ങുന്ന ഒരു വീഡിയോ ആയിരിക്കാം ചിലപ്പോൾ. പക്ഷേ എങ്കിലും ഇത് നിങ്ങൾ കാണുന്നവർ കൂടുതൽ ആളുകളിലേക്ക് ഒന്നുകിൽ പറഞ്ഞു കൊടുക്കുക,
അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താലും മതി. ഞാൻ പറയുന്ന പോലെ എങ്ങനെയാണെങ്കിലും കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവ് എത്തിക്കണം. എല്ലാവർക്കും ആ ഈശ്വരാനുഭവം ഉണ്ടാകട്ടെ. ഇത് ഞാൻ പറയുന്നത് എനിക്ക് ശിവഭഗവാന്റെ സ്വപ്ന ദർശനം ഉണ്ടായി. ഭഗവാൻ ഇത്തരം കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കണം എന്ന സ്വപ്ന ദർശനത്തിൽ എനിക്ക് അരുളപ്പാടുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാം ഭഗവാനിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. ഭഗവാനിൽ തന്നെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.